ഇന്ന് RCCയിലെ ഡിസൈൻ ഫിലോസഫീസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിസൈൻ ഫിലോസഫീസ് നോക്കാം. 3 ഡിസൈൻ ഫിലോസഫീസ് ഉണ്ട്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അതിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് വെച്ചാൽ ഓൾഡസ്റ്റ് മെത്തേഡാണ്, നമ്മൾ ഇപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് അതിനൊരു 5 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് സേഫ്റ്റി, സ്റ്റെബിലിറ്റി, സർവീസബിലിറ്റി, ഡ്യൂറബിലിറ്റി ആൻഡ് എസ്തെറ്റിക്. അപ്പോൾ ഇതാണ് അതിൻ്റെ 5 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് നോക്കാം. ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ്സ് ബിഫോർ ഫെയിലിയർ ഒക്കർ ഈസ് കോൾഡ് എ ലിമിറ്റ് സ്റ്റേറ്റ്. അതായത് ആക്സെപ്റ്റബിൾ ലിമിറ്റ്, എന്തിൻ്റെയൊക്കെ സേഫ്റ്റിയുടെയും സർവീസബിലിറ്റി റിക്വയർമെൻറ്റിൻ്റെ ആക്സെപ്റ്റബിൾ ലിമിറ്റ്, അത് ഫെയിലിയർ ആകുന്നതിന് മുന്നേ ഉള്ള ആ ലിമിറ്റ് ആക്സെപ്റ്റബിൾ, അതിന് എന്തുമാത്രം ലോഡ് എടുക്കാൻ കഴിയും, അതാണ് എന്തെന്ന് പറയുന്ന ലിമിറ്റ് സ്റ്റേറ്റ്. അതിൻ്റെ മറ്റൊരു പേരാണ് പ്രോബബിലിസ്റ്റിക് മെത്തേഡ് എന്ന് അറിയപ്പെടും. അപ്പം എന്താണ് ദ ആക്സെപ്റ്റബിൾ ലിമിറ്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി റിക്വയർമെൻറ്റ് ബിഫോർ ഫെയിലിയർ ഒക്കർ ചെയ്യുന്നതിന് മുന്നേ, അതാണ് ലിമിറ്റ് സ്റ്റേറ്റ്. ഇനി എന്താണ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻഡ് ഒബ്ജക്റ്റീവ്സ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദ സ്ട്രക്ചർ ഷുഡ് ബി ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് സേഫ്ലി ഓൾ ദ ലോഡ്സ് ദറ്റ് ആർ ഗോയിങ് ടു ആക്ട് ഓൺ ഇറ്റ്. അപ്പോൾ അതെന്താണ് ആ സ്ട്രക്ചർ സേഫ്ലി വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. അതിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡിനും അതെന്താണ് സേഫ്ലി വിത്ത്സ്റ്റാൻഡ്, ആ ലോഡ് അത് എടുക്കണം. അതാണ് ലിമിറ്റ് സ്റ്റേറ്റിലെ ഒരു ഒബ്ജക്റ്റീവ്. പിന്നെ എന്താണ് അത് സാറ്റിസ്ഫൈ, അതിൻ്റെ സർവീസ്, അതിൻ്റെ ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് അതെന്താണ് സർവീസ് കൊടുക്കുന്നത്, ആ സർവീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയാണ് ലിമിറ്റ് സ്റ്റേറ്റിന് ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റിന് 2 ടൈപ്സ് ഉണ്ട്, നോക്കാം എന്താണ് അതൊക്കെ. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അപ്പോൾ 2 ഉണ്ട്, ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി. അതിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഫ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് എന്നാണ് അതിൻ്റെ മീനിങ്. കംപ്രഷൻ. ഇനി ഷിയർ എന്താണെന്ന് അറിയാത്തവർക്ക് സ്ലൈഡിങ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഷിയർ എന്ന് പറയുന്നത്. ടോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്വിസ്റ്റിംഗ് ടെൻഡൻസിയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഫ്ലഷർ, കംപ്രഷൻ, ഷിയർ, ടോർഷൻ. ഏതിലാണ് വരുന്നത്? കൊളാപ്സിൽ. ഇനി അടുത്ത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റിയിൽ വരുന്നത് ഡിഫ്ലഷനും ക്രാക്കിംഗ്.